ശുചിത്വ കേരളം സുന്ദര കേരളം ഗ്രീൻ കേരള എക്സ്പ്രസ് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ശുചിത്വ മിഷൻ. എന്റെ കേരളം മാലിന്യമുക്തം. നമസ്കാരം. ഗ്രീൻ കേരള എക്സ്പ്രസിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. മകൊണ്ടോ ലോക പ്രശസ്തനായ എഴുത്തുകാരൻ ഗബ്രിയേൽ ഗാർസിയ മാർക്കേസിന്റെ ഏകാന്തതയുടെ 100 വർഷങ്ങൾ എന്ന നോവലിലെ സാങ്കല്പിക ഗ്രാമം. ലോകത്തിലെ ഓരോ സാഹിത്യ പ്രേമിയും പോകാൻ ആഗ്രഹിക്കുന്ന സ്ഥലം. ഗ്രീൻ കേരള എക്സ്പ്രസിലൂടെ ഞങ്ങൾ അവതരിപ്പിച്ച ഓരോ ഗ്രാമങ്ങളും പ്രേക്ഷകരുടെ മകൊണ്ടോകളാണ്. ഈ ഗ്രാമങ്ങളൊക്കെ നിലവിലുണ്ടോ എന്ന് സംശയം ജനിപ്പിക്കുന്ന തരത്തിലായിരുന്നു ഓരോ ഗ്രാമപഞ്ചായത്തുകളുടെയും പ്രവർത്തനങ്ങൾ. ഗ്രീൻ കേരള എക്സ്പ്രസ് സങ്കല്പങ്ങളുടെ അല്ല, യാഥാർത്ഥ്യങ്ങളുടെ കണ്ണാടിയാണ്. മറ്റൊരു അധ്യായം കൂടി ആരംഭിക്കുകയാണ്. എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മുടെ ജൂറി അംഗങ്ങളെ പരിചയപ്പെടാം. ഡോക്ടർ കെ പി കണ്ണൻ, ഡോക്ടർ വിനീത മേനോൻ, ഡോക്ടർ ആർ വി ജി മേനോൻ, ശ്രീ ആർ ഹേലി, പ്രൊഫസർ എം കെ പ്രസാദ്, എഴുത്തുകാരിയും സാമൂഹ്യശാസ്ത്ര ഗവേഷകയും സംസ്കൃത സർവകലാശാല അധ്യാപികയുമായ ഡോക്ടർ ഷംഷാദ് ഹുസൈൻ, പ്ലാനിംഗ് ബോർഡിലെ മുൻ അംഗവും ടെക്നോ പാർക്കിന്റെ സ്ഥാപക സിഇഒയുമായ ശ്രീ ജി വിജയരാഘവൻ, കൂടാതെ തണലിന്റെ ഡയറക്ടർ ശ്രീമതി എസ് ഉഷ. ഗ്രീൻ കേരള എക്സ്പ്രസിന്റെ 1ാം റൗണ്ടിൽ പങ്കെടുക്കാനെത്തിയ 40-ലധികം ഗ്രാമപഞ്ചായത്തുകൾ കാർഷിക മേഖലയിലെ പദ്ധതികളാണ് അവരുടെ മുഖ്യ പദ്ധതിയായി അവതരിപ്പിച്ചത്. കൊല്ലം ജില്ലയിലെ ശൂരനാട് വടക്ക് ഗ്രാമപഞ്ചായത്തും നെൽകൃഷി മേഖലയിൽ, പ്രത്യേകിച്ച് ജൈവകൃഷി രംഗത്ത് അവർ നടത്തുന്ന പ്രവർത്തനങ്ങളാണ് 1ാം റൗണ്ടിൽ അവതരിപ്പിച്ചത്. കാർഷിക മേഖലയിലെ അവരുടെ ഇടപെടലുകൾ പഞ്ചായത്തിന്റെ സമഗ്ര വികസനത്തെ എങ്ങനെയെല്ലാം സഹായിക്കുന്നു എന്ന് നമുക്ക് കാണാം. സ്വാഗതം ചെയ്യാം ശൂരനാട് വടക്ക് ഗ്രാമപഞ്ചായത്തിനെ ഈ വേദിയിലേക്ക്. ശൂരനാട് നോർത്ത് ഗ്രാമപഞ്ചായത്തിൽ നിന്നും പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ മഠത്തിൽ രഘുവിനെ കൂടാതെ പഞ്ചായത്തിലെ മറ്റ് ജനപ്രതിനിധികൾ, പദ്ധതിയുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ, ഗുണഭോക്താക്കൾ എന്നിങ്ങനെ നിരവധി പേർ എത്തിയിട്ടുണ്ട്. നമുക്ക് പഞ്ചായത്ത് പ്രസിഡന്റിനെ വേദിയിലേക്ക് ക്ഷണിക്കാം. 2ാം റൗണ്ടിലേക്ക് എത്തി നിൽക്കുമ്പോൾ നമ്മളുടെ ഗ്രീൻ കേരള എക്സ്പ്രസിന്റെ പ്രേക്ഷകരോട് എന്താണ് പറയാനുള്ളത്? കേരളത്തിലെ മികച്ച ഗ്രാമപഞ്ചായത്തുകളെ കണ്ടെത്തുന്നതിന് വേണ്ടി നടത്തിയ ഈ മത്സരത്തിൽ പങ്കെടുക്കുവാൻ കഴിഞ്ഞതും അതിൽ 2ാം റൗണ്ടിൽ വീണ്ടും ഈ ജഡ്ജസിൻ്റെയും ജനങ്ങളുടെ മൊത്തം മുന്നിലെത്തുവാൻ കഴിഞ്ഞതിലും ഗ്രാമപഞ്ചായത്തിന് മുഴുവൻ അതിയായ സന്തോഷമുണ്ട്. വിധികർത്താക്കളുടെ പഞ്ചായത്ത് സന്ദർശനത്തിന്റെ വിശേഷങ്ങൾ അറിയാം. ദൃശ്യങ്ങൾ കണ്ടിട്ട് മടങ്ങിയെത്താം. തരിശുഭൂമിയിൽ പൊന്നുവിളയിച്ച കഠിനാധ്വാനികളായ കർഷകരുടെ കഥ പറഞ്ഞുകൊണ്ടാണ് ശൂരനാട് ഗ്രാമപഞ്ചായത്ത് ഗ്രീൻ കേരള എക്സ്പ്രസിലെത്തിയത്. എന്തായാലും ഇവരുടെ പാടങ്ങളും ഇവിടുത്തെ ജൈവ കർഷകരെയൊക്കെ കാണുന്നതിനും സംസാരിക്കുന്നതിനുമായിട്ട് നമ്മുടെ പ്രിയപ്പെട്ട ജൂറി അംഗങ്ങളായ ശ്രീ കെ പി കണ്ണൻ സാർ, ജി വിജയരാഘവൻ സാർ, ഉഷ മാഡം എന്നിവരൊക്കെ നമ്മോടൊപ്പം ഉണ്ട്. നമുക്ക് എന്തായാലും നമ്മുടെ ശൂരനാടിലൂടെയുള്ള യാത്ര ആരംഭിക്കാം. ഇതാണ് സാർ ഞങ്ങൾ പ്രധാനമായും ഞങ്ങളുടെ ഒരു പദ്ധതി നടപ്പാക്കിയ തരിശ് രഹിത നെൽവയൽ കൃഷിയോഗ്യമാക്കിയ പാടമാണ്. ഇവിടെ ഒരു 15 വർഷക്കാലമായി ഈ ഭാഗത്ത് കൃഷിയില്ലാതെ ആയിരിക്കുകയായിരുന്നു. ഈ കൃഷിയിലുണ്ടായ പ്രതിസന്ധി മൂലം മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയും ജില്ലാ ബ്ലോക്ക് ഗ്രാമപഞ്ചായത്തുകളുടെ പദ്ധതിയും സംയോജിപ്പിച്ച് ഒരു വലിയ പദ്ധതി നടപ്പാക്കുകയും അത് പൂർണ്ണ വിജയവുമായിരുന്നു. അടുത്ത കൃഷി ഇറക്കുന്നതിനുള്ള ആദ്യത്തെ കൃഷിയാണോ? 2 കൃഷി നടത്തി. കൃഷി നടത്തി വീണ്ടും ഒരു കൃഷി നടത്തി. ഇപ്പൊ ഞങ്ങള് വീണ്ടും 3ാമത്തെ കൃഷി ഇപ്പോൾ നിൽക്കുന്ന ഭൂമി നിലം നികത്തിയ ഭൂമിയാണ്. അതെങ്ങനെ സംഭവിച്ചത്? ഇത് സാറേ ഇതൊരു ഇവിടെ ഉള്ള ഒരു കർഷകന്റെ ആയിരുന്നു. ഇത് പുറത്തുള്ള ഒരാൾ വന്ന് വിലയ്ക്ക് വാങ്ങിയിട്ട് 4 വർഷമായി, 4-5 വർഷമായി ഇല്ല, 4 വർഷമായി. 4 വർഷമായിട്ട് രാത്രികാലങ്ങളിൽ കൊണ്ടുവന്ന് മണ്ണിട്ടങ്ങ് നികത്തിയെടുത്തത്. നികന്നു കഴിയുമ്പോൾ ആദ്യം ഒരു തടച്ചിലൊക്കെ ഉണ്ടായി, പക്ഷെ എങ്കിൽ പോലും അവർ വലിയ ഒരു സംവിധാനമാണ്. കയർ ബോർഡിന്റെ സഹായത്തോടുകൂടി പഞ്ചായത്ത് നിർമ്മിക്കുന്ന കയർ ജിയോ ടെക്സ്റ്റൈൽസ് അഥവാ കയർ ഭൂവസ്ത്രമാണ് ശൂരനാട് വടക്കിന്റെ വേറിട്ടൊരു പ്രവർത്തനം. ഈ കയർ ഭൂവസ്ത്രം പ്രകൃതിയോട് ഇണങ്ങിച്ചേർന്ന് ജൈവ വൈവിധ്യത്തെ നിലനിർത്തുന്നു. നമ്മളിപ്പോ നിൽക്കുന്നത് നെടിയ പാടം
എന്ന് പറയുന്ന സ്ഥലത്താണ് ശൂരനാട് വടക്ക്. ഇപ്പോൾ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഇതാ ഇവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു പല ആൾക്കാരും, പ്രത്യേകിച്ചും കൂടുതലായിട്ടും സ്ത്രീകളെ. നെടിയപാടം നിർത്തലുമായിട്ട് ബന്ധപ്പെട്ട് ഉള്ള കയർ ഭൂവസ്ത്രമാണ് ഇവിടെ ഞങ്ങൾ നടപ്പാക്കുന്നത്. 1, 2, 3 ഘട്ടങ്ങൾ കഴിഞ്ഞത് 4ാം ഘട്ടത്തിലാണ്. 4ാം ഘട്ടത്തിൽ 94 മീറ്ററാണ് 2 സൈഡുമായിട്ട് ചെയ്യുന്നത്. ഇവിടെ 6 പുരുഷ തൊഴിലാളികൾ പങ്കെടുക്കുന്നുണ്ട്. ബാക്കി ഭൂരിഭാഗവും സ്ത്രീകളാണ് പങ്കെടുക്കുന്നത്. അല്ല, തുടർച്ചയായിട്ട് തൊഴിൽ കൊടുക്കാൻ പറ്റുന്നുണ്ടോ? ഇപ്പം ഈ 93 മീറ്റർ ചെയ്യുന്നതിന് എത്ര ദിവസം അവർക്ക് ജോലി കിട്ടും? 202 തൊഴിൽ ദിനമാണ്. ഈ നോട്ടക്കൂലി അല്ലാതെ 60 ദിവസം നമ്മൾ ഇത് പരിചരണം കൊടുക്കണം, പഴയത് മാറ്റി നടുന്നതിനും പുതിയതൂടെ. അല്ലാതെ 202 ദിവസമാണ് ഈ തൊഴിൽ ദിനം. ഇതിനുള്ള പരിശീലനം ആരാ തന്നിരിക്കുന്നത്? ഇത് പരിശീലനം നമുക്ക് ഇത് ചെയ്യാനുള്ള പരിശീലനം കയർഫെഡിൻ്റെ ആൾക്കാർ വന്ന് ഞങ്ങളെ ഇതെല്ലാം പഠിപ്പിച്ച് ആദ്യം ഫസ്റ്റ് റീച്ച് ചെയ്തപ്പോഴേ പഠിപ്പിച്ചു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇവിടെ ഒരു 7 പേര് ഈ മുള അടിക്കുന്നവരുണ്ട്. കയർ വിരിക്കാനും കയർ ഇറക്കാനും പ്രത്യേകം അവർക്ക് പരിശീലനം കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ ജോലി ചെയ്യുന്നതിൽ വെളിയിൽ നിന്നുള്ള എക്സ്പെർട്സ് ആരും എല്ലാം പഞ്ചായത്തിലുള്ള അവർ വന്ന് കയർഫെഡുകാർ കൂടെ ഞങ്ങൾ ചെയ്യുന്നത് ശരിയാണോ എന്ന് വന്ന് നോക്കുന്നുണ്ട്. പിന്നെ അക്രഡിറ്റ് എഞ്ചിനീയർ വരുന്നുണ്ട്, പിന്നെ പഞ്ചായത്തിന് സെക്രട്ടറി, HC, മറ്റ് പഞ്ചായത്ത് മെമ്പർമാർ, പ്രസിഡന്റ്, VEO ഇവരെല്ലാം വന്ന് BDO ഉൾപ്പെടെ വന്നിട്ടുണ്ടായിരുന്നു. തൊഴിലുറപ്പ് പദ്ധതിയിൽ എത്ര കാലമായി? തുടങ്ങിയപ്പം തൊട്ട് ജോലിക്ക് വരുന്നുണ്ട്. തുടങ്ങിയപ്പോൾ എന്ത് പണിയാണ് കിട്ടിയിരുന്നത്? തുടങ്ങിയപ്പോഴേ റോഡിലെ പുല്ലുപറിക്ക് ജോലിയായിരുന്നു. അതിനുശേഷം രണ്ടാമത്തെ പണി ഇതാണ്. പിന്നെ അതിനുശേഷം പിന്നെ തോട് വൃത്തിയാക്കൽ, വയലിലെ പുല്ലുപറക്ക്, കുളം വൃത്തിയാക്ക്, ഇങ്ങനെയുള്ള പണിയൊക്കെ. ഇതിങ്ങനെ അധികം ഒരിടത്തും കാണാത്തൊരു കാര്യമാണ്. ഈ പ്രക്രിയയുടെ മൊത്തം ഒന്ന് ആദ്യം മുതലൊന്ന് പറയാമോ? പിന്നെ തോടിൻ്റെ സൈഡ് അരിഞ്ഞ് വൃത്തിയാക്കിയിട്ട് കുന്നും തടവും എല്ലാം നീക്കിയിട്ട് ഒരുപോലെ നിരപ്പാക്കും. ഇല്ലെങ്കിൽ കയറടിക്കുന്ന ഉടനെ കുന്നും തടവുമായിട്ടിരുന്നാൽ നമ്മൾ ഈ പുല്ല് വെക്കുന്ന ഉടനെ അവിടെ പിടിക്കത്തില്ല, അടിക്കോട്ട് പിടിക്കത്തില്ല. അതുകൊണ്ട് ഒരു നിരപ്പാക്കിയ എന്നിട്ട് അതിന് പ്രത്യേക ഒരു അളവ് വെച്ച് നമ്മൾ പിന്നെ ഇവിടുന്ന് തോടിൻ്റെ അടി വരെയുള്ള അളവെടുക്കും. ആ അളവ് വെച്ച് കയറ് മുറിച്ചിട്ട് ഇതുപോലെ ഇവിടുന്ന് ഈ ഭാഗം വരെ ഇട്ടിട്ട് ഇവിടെ ഇങ്ങനെ പാത്തിയെടുക്കും. ഈ സൈഡിലും പാത്തിയെടുക്കും, തോടിനകത്തും പാത്തിയെടുക്കും കയറിട്ടിട്ട്. അതിൻ്റെ അടിക്ക് പാത്തിയെടുത്ത് കയറ് മടക്കി വെച്ചടിക്കും. പുല്ല് നമ്മൾ അവിടുന്ന് ഇങ്ങനെ വെളിയിൽ നിന്ന് പറിച്ചുകൊണ്ട് വന്നിട്ട് ഇതുപോലെ കുറ്റി വെച്ചിട്ട് പിന്നെ അത് കുറ്റിയുടെ ചെവിടും വെച്ച് ഇങ്ങനെ 4 വശം ഒന്ന് ഉറപ്പിക്കും, ആ പുല്ല് അവിടെ ഉറയ്ക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ശൂരനാട് വടക്ക് പഞ്ചായത്തിൽ കൃഷി ഓഫീസറാണല്ലോ. ഇപ്പോൾ ഇവിടെ എന്തൊക്കെയാണ് കൃഷി ഓഫീസ് മുഖാന്തരം പഞ്ചായത്തിൽ ചെയ്യുന്നത് എന്നുള്ളതിനെ കുറിച്ച് പറയാമോ? ഇത് പ്രധാനമായിട്ടൊരു കാർഷിക മേഖലയാണ്. ഏകദേശം 50% കൂടുതൽ ആൾക്കാരും കൃഷിയെ ബേസ് ചെയ്തുകൊണ്ടുള്ള ജീവിതമാണ്. പ്രധാനമായിട്ടും നെൽകൃഷി ഏകദേശം 425 ഹെക്ടറോളം കഴിഞ്ഞ വർഷം ചെയ്തു കഴിഞ്ഞ് 3 പൂവിലായിട്ട്. പിന്നെ 3 പൂവില് എല്ലായിടത്തും ഇല്ല. 425 ഒരു നെടിയപാടത്തുണ്ടായിരുന്നല്ലോ, 20 ഹെക്ടർ ചെയ്ത് 2 ഷൂറാണ്. പിന്നെ ഇപ്പൊ കഴിഞ്ഞ വർഷം നമ്മൾ എല്ലാ സ്കീമൂടെ കമ്പൈൻ ചെയ്ത് വന്നപ്പോൾ ഏകദേശം 5 ടണ്ണോളം കിട്ടി ഹെക്ടറിന്റെ. ഹരിതമിത്ര അവാർഡ് കിട്ടിയ രവിച്ചേട്ടൻ, ഒപ്പം തന്നെ ഋഷികേശൻ ചേട്ടൻ, ഇവരെല്ലാം ഇവിടെയുള്ള ജൈവ കർഷകരാണ്. 52ഓളം ജൈവ കർഷകർ ശൂരനാട് ഗ്രാമപഞ്ചായത്തിലുണ്ട്. നമ്മളിപ്പോൾ പോകാൻ പോകുന്നത് ഇവിടെയുള്ള ഒരു ജൈവ കൃഷിത്തോട്ടത്തിലാണ്. പച്ചക്കറി ഇപ്പം നല്ല രീതിയിലാവോ, അതുകൊണ്ടാണ് ഞാൻ പച്ചക്കറി കൃഷിയിലേക്ക് തുടങ്ങി. അതുകൊണ്ട് തന്നെ ഏലായിൽ നിന്നും പഞ്ചായത്തിൽ നിന്നും ഒക്കെ നല്ല രീതിയിലുള്ള ധനസഹായം നമുക്കിപ്പോൾ ഈ പച്ചക്കറിക്കും വാഴയ്ക്കും കിട്ടുന്നുണ്ട്. മാർക്കറ്റ് ഇപ്പോൾ കിലോ 18 രൂപ വിലയുണ്ട്. കൂടുതൽ സാധനം ഉണ്ടെങ്കിൽ അടുത്ത പള്ളിച്ചന്ത വിപണി പോയാൽ ഒരുവിധം നല്ല മാർക്കറ്റാണ്, നല്ല വില കിട്ടും. പിന്നെ അടുത്തെന്ന് പറഞ്ഞാൽ ആലപ്പുഴയില്ല, താമരക്കുളം. കൃഷി മാത്രം ചെയ്തുകൊണ്ട് ഒരു കൃഷിക്കാരന് മാന്യമായി ജീവിക്കണമെങ്കിൽ എത്ര സ്ഥലം വേണ്ടി വരും? അത് മിക്ക ഒരു 2-2.5 ഏക്കർ സ്ഥലം ഉണ്ടെങ്കിൽ കൃഷി ചെയ്ത് മാന്യമായിട്ട് ജീവിക്കാം. പക്ഷെ വേറെ കാര്യം എന്ന് പറഞ്ഞാൽ ഈ മദ്യപാനികളാകെ നടക്കത്തില്ല. ഈ കൃഷി കൊണ്ട് ജീവിക്കണം എന്നുള്ളത് ആഗ്രഹം വേണം. കിട്ടുന്നത് മദ്യം കഴിക്കാൻ പാടില്ല. നമ്മൾ മദ്യം കൈകൊണ്ട് തൊടില്ല. ഞാൻ മദ്യപാനിയല്ല. കൈകൊണ്ട് തൊടുന്നതല്ല, ഞാൻ അങ്ങനെ മദ്യം ഉപയോഗിക്കുന്ന ശീലമില്ല. എന്നാ ഞാൻ ഒരുപാട് രോഗത്തിന്റെ അടിമയോ. ശൂരനാട് ഗ്രാമപഞ്ചായത്തില് ജൈവ കൃഷി നടത്തുന്ന രവിച്ചേട്ടനാണിത്. കുടുംബത്തോടെയാണ്. എന്താ ചേച്ചിയുടെ പേര്? സുമ. സൂര്യപ്രസാദ്.
എന്ത് ചെയ്യുന്നു? ഞാൻ VHS ഫസ്റ്റ് സെക്കൻഡ് ഇയർ പഠിക്കും. കൃഷിയിൽ താല്പര്യമുണ്ടോ അച്ഛനെ പോലെ? താല്പര്യമുണ്ട്. എന്ത് സഹായിക്കും? അച്ഛന്റെ കൂടെ എന്ത് ചെയ്യും? ആർക്കെങ്കിലും കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനായാലും, അതുപോലെ വിത്ത്, അതുപോലെ തൈ ഉൽപാദനം. അതാ പറഞ്ഞ അതിന്റെ എല്ലാ സ്റ്റേജസ് അറിയോ? അറിയാം. അമ്മ ചെയ്യോ? ഞാൻ വിത്തിടാൻ കൂടത്തിൽ പോകും, പിന്നെ പടവലങ്ങയ്ക്ക് കല്ല് കെട്ടും, കായ എടുക്കാൻ പോകും, പയറെടുക്കാൻ പോകും, പിന്നെ പച്ചക്കറി ഇവിടെ കൊണ്ടുവരുമ്പോൾ പാവയ്ക്ക, പയർ ഇതെല്ലാം തിരിഞ്ഞ് രാത്രി ഞങ്ങൾ അടുക്കി കെട്ടി വെളുപ്പിനെ മാർക്കറ്റിൽ പോകാൻ ചെയ്തു കൊടുക്കും. പച്ചക്കറി കൃഷിയിൽ മാത്രമല്ല മത്സ്യകൃഷിയിലും തങ്ങളുടെ കഴിവ് തെളിയിച്ചിരിക്കുകയാണ് ശൂരനാട്ടുകാർ. റോഹു പോലുള്ള വളർച്ചാ നിരക്ക് കൂടിയ മത്സ്യങ്ങളാണ് വ്യാവസായിക അടിസ്ഥാനത്തിൽ ഇവിടെ കൃഷി ചെയ്യുന്നത്. ഒരു മത്സ്യകുളത്തിൽ നിന്നും പ്രതിവർഷം 50,000 രൂപ വരെ വരുമാനം ലഭിക്കുന്നു. കഴിഞ്ഞ ഒരു വർഷക്കാലമായിട്ടാണ് വ്യാപകമായി നമ്മൾ മത്സ്യകൃഷി ആരംഭിച്ചിരിക്കുന്നത്, വ്യാവസായിക അടിസ്ഥാനത്തിൽ ആരംഭിച്ചിരിക്കുന്നത്. കഴിഞ്ഞ വർഷം നമ്മുടെ മത്സ്യക്ലബിൽ 35 അംഗങ്ങൾ രജിസ്റ്റർ ചെയ്യുകയും അതിൽ 25 അംഗങ്ങൾക്കായിട്ട് ഏകദേശം 1,00,000 മത്സ്യക്കുഞ്ഞുങ്ങൾ, കട്ട്ല, റോഹു, സൈപ്രൻസ്, ഗ്രാസ് കാർപ്പ്, നാടൻ മത്സ്യങ്ങൾ ഇതെല്ലാം കൃഷി ചെയ്യുന്നുണ്ട്. ഇതിന് ഒരു 8 മാസത്തോളം പ്രായമേ ഉള്ളൂ. ഏകദേശം 2 കിലോഗ്രാമിൽ കൂടുതൽ ഇതിന് ഇപ്പം കൊടുത്തു കഴിഞ്ഞാൽ 200 രൂപയ്ക്ക് അധികം വില ലഭിക്കുന്നതാണ്. ചേട്ടാ, ഇത് പഞ്ചായത്ത് എങ്ങനെയാണ് ഇതിന് സഹായിക്കുന്നത്? ധനസഹായം കുഞ്ഞുങ്ങളെ ഒരു സർക്കാരിൽ നിന്ന് അലോട്ട്മെന്റ് തരുന്നുണ്ട്. നിങ്ങളുടെ ലാഭമൊക്കെ എങ്ങനെയാണ് ഇതിന്റെ? ലാഭം എനിക്ക് ഒരു വർഷത്തിൽ വിളവെടുക്കുന്ന ഒരു 50,000 രൂപ ലാഭം കിട്ടും. വേറെ വല്ല ജോലി ചെയ്യുന്നുണ്ടോ? എനിക്ക് വാഴ കൃഷിയുണ്ട്, മരച്ചീനിയുണ്ട്, വാഴയുണ്ട്. മുഴുവൻ സമയം കൃഷി പരിപാടികളാണ്. നിങ്ങളും 2 മക്കളും. ഇതുകൊണ്ട് ഒരു കുടുംബത്തിന് കഴിയാനുള്ള വരുമാനം കിട്ടുന്നുണ്ട് അല്ലേ? എത്ര സ്ഥലമുണ്ട് ഇവിടെ എല്ലാം കൂടെ? ഇവിടെ ഒരു 50 സെന്റ് സ്ഥലമുണ്ട്. കുളവും കൃഷി എല്ലാം 50 സെന്റിന്റെ അകത്ത് ചെയ്യുന്നുണ്ട്. ഇത് കബീറേട്ടന്റെ മകനാണ്. എങ്ങനെയാണ് സഹായിക്കുന്ന അച്ഛനെ? കൃഷികാര്യത്തിനായാലും മത്സ്യത്തിലായാലും മറ്റുള്ള കാര്യത്തിലായാലും. എത്ര വരെ പഠിച്ചു? ഞാൻ 10 വരെ. 10 വരെ പഠിച്ചു. ശരി. ഡാൻസ് ബേബി, ഡാൻസ് ബേബി, ഇവിടെ ഇപ്പൊ 26 കുട്ടികൾ, ഇന്ന് 22 പേര് വന്നിട്ടുണ്ട്. 30 പേരുണ്ടായിരുന്നു, അതിൽ നിന്ന് 14 പേര് കൊഴിഞ്ഞു പോയി. ഇവിടെ രാവിലെ വന്നു കഴിഞ്ഞാൽ നമ്മൾ അവരെ സ്വീകരിച്ച് ഇരുത്തിയതിന് ശേഷം നമ്മളവരെ പ്രാർത്ഥന ചൊല്ലിച്ച് ഹാജർ വിളിക്കും. അത് കഴിഞ്ഞിട്ട് നമ്മൾ പ്രീ സ്കൂൾ തുടങ്ങുകയായി. അവരുടെ ആദ്യ ശുചിത്വ പരിശോധനയൊക്കെ നടത്തും. അത് കഴിഞ്ഞിട്ട് പിന്നെ പാട്ടോ കളികളോ പിന്നെ അവരുടെ സ്വന്തം സംഭാഷണമായിട്ട് കുറേ കാര്യങ്ങളൊക്കെ നടത്തും. അങ്ങനെ തീമുണ്ട്. തീം അനുസരിച്ച് നമ്മൾ ടൈം ടേബിൾ വെച്ച് ഭക്ഷണം 11 മണിയാകുമ്പം മോർണിംഗ് സ്നാക്സ് കൊടുക്കും. അത് മോർണിംഗ് സ്നാക്സ് ഞങ്ങളുടെ ഓഫീസിൽ നിന്ന് പഞ്ചായത്ത് ഇറങ്ങി വന്നിട്ടുള്ളത് ഈ പൊരിക്കടലയാണ്. ഉണ്ട. പിന്നെ കുഞ്ഞുങ്ങൾ നമ്മൾ പൊരിക്കടല ഇവിടെ കൊടുക്കുമെന്ന് പറഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ അവർ ഈ ചിപ്സോ അല്ലെങ്കിൽ വീട്ടിലുണ്ടാക്കുന്ന ഇഡലിയോ അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ കൊണ്ടുവരുന്നവരുണ്ട്, അത് കൊടുക്കും. അത് കഴിഞ്ഞിട്ട് 12:30 ആകുമ്പോൾ നൂൺ ഫീഡിങ് സമയം. അത് കഞ്ഞിയും പയറും, അരിയും പയറും കൂടെ ഒരുമിച്ച് വേവിച്ച് കൊടുക്കും. ഒരു കുട്ടിക്ക് അത് 50 ഗ്രാം അരിയും 15 ഗ്രാം പയറും വീതം, ചെറുപയർ അങ്ങനെ കൊടുക്കും. പ്രദേശത്തെ 32ഓളം കുടുംബങ്ങൾക്ക് കുടിവെള്ളം എത്തിക്കുന്ന പദ്ധതിയാണ് കൈരളി സ്വജൽധാര ശുചിത്വ കുടിവെള്ള പദ്ധതി. ഈ പ്രദേശത്ത് കുടിവെള്ളത്തിന് ഭയങ്കര ക്ഷാമം നേരിട്ടത് ജില്ലാ പഞ്ചായത്ത് വഴി അതിനൊരു പരിഹാരം കണ്ടെത്തി. അങ്ങനെ നമ്മുടെ പഞ്ചായത്തിൽ നിന്ന് വേണ്ട സഹായങ്ങളെല്ലാം കൂടെ ചെയ്ത് ഞങ്ങളായിട്ട് ഉണ്ടാക്കിയെടുത്തതാണ്. ഇവിടുന്ന് 2 കിലോമീറ്റർ ദൂരെയാണ് നമ്മളിവിടെ. ആദ്യം ഒരു കിണർ ഇവിടെ കുഴിച്ച് അത് ഫെയിലായിപ്പോയി. 60 മീറ്റർ താഴ്ച ചെന്നപ്പോഴത്തേക്ക് വെള്ളമില്ല, പാറയായി. പിന്നെ രണ്ടാമത് ഞങ്ങൾ കുറച്ചുകൂടെ പടിഞ്ഞാറ് 2 കിലോമീറ്റർ അപ്പുറം മാറി 1 സെന്റ് സ്ഥലം വാങ്ങിച്ച് അവിടെ വീണ്ടും കുഴിച്ചു. അവിടുന്ന് വെള്ളം പമ്പ് വഴി 2 കിലോമീറ്റർ അവിടെ നിന്ന് വെള്ളം കൊണ്ടുവന്ന് 32 വീടുകൾ. ഞങ്ങൾ പദ്ധതി വിഹിതം 10% ഞങ്ങളുടേതും 90% ഗവൺമെന്റും എടുത്തു. ശൂരനാട് നോർത്ത് പഞ്ചായത്തിലെ ഒരു ഗവൺമെന്റ് LP സ്കൂളാണിത്. സ്കൂൾ ഹെഡ് മിസ്ട്രസ് ആണിത്. 8 ഡിവിഷനുണ്ട്. പഞ്ചായത്തിന്റെ സഹായങ്ങൾ നല്ല രീതിയിൽ ഞങ്ങളുടെ സ്കൂളിന് കിട്ടുന്നുണ്ട്. ഏറ്റവും നല്ല സ്മാർട്ട് ക്ലാസ് റൂമിന്റെ ഈ പ്രാവശ്യം സ്മാർട്ട് ക്ലാസ് റൂം ഉണ്ട്. ഇപ്പൊ തുടങ്ങി. പിന്നെ അതുപോലെ 2 മുറി കെട്ടിടം പിന്നെ തന്നു ഞങ്ങൾക്ക് പഞ്ചായത്തിൽ നിന്ന്. അപ്പുറത്ത് പുതിയ കെട്ടിടം അത് പ്രവർത്തനം ആരംഭിച്ച് ജനുവരി 2010 1-ാം ക്ലാസ് 2 ഡിവിഷനും അവിടെ നടക്കുന്നത്. ഇതൊരു
മദർ PHC ആയിരുന്നു. പിന്നീട് അതൊരു കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററായി മാറുകയായിരുന്നു. അതിനെപ്പറ്റിയുള്ള